ഈ ചെടികളുടെ പേരാണ് ആഫ്രിക്കൻ വയലറ്റ്സ്. നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ആഫ്രിക്കൻ വയലറ്റ്സ്. ഇൻഡോർ പോലെ തന്നെ നമുക്ക് പുറത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണിത്. ഈ ഒരു പ്ലാന്റ് മഴയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വെള്ളം ഒത്തിരി ആയാൽ ചീഞ്ഞു പോകുന്നതാണ് അതിന് കാരണം എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചകിരിച്ചോറും പെർലൈറ്റും മാത്രമുള്ള പോട്ടി മിക്സ് എടുക്കാം. അതുപോലെ തന്നെ ചകിരിച്ചോറും മണ്ണും കൂട്ടിയിട്ടുള്ള പോട്ടി മിക്സും ഈ ഒരു പ്ലാന്റിന് വേണ്ടി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു പ്ലാന്റിൽ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് വളങ്ങളൊന്നും നമ്മൾ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നീട് ഈ ഒരു പുതിയ പോട്ടി മിക്സിലേക്ക് ഇതിൻ്റെ വേരൊക്കെ പിടിച്ചതിന് ശേഷം പ്ലാന്റ് നന്നായി വളർന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് DAP പോലെയുള്ള വളങ്ങൾ യൂസ് ചെയ്യാം. വളർച്ചയ്ക്ക് NPK കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഒരു 11 കളറിൻ്റെ കോംബോ, അതുപോലെ തന്നെ 10 കളറിൻ്റെ കോംബോ, അങ്ങനെ കോംബോ ആയിട്ട് ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ഒരു 11 കളറിൻ്റെ കോംബോയ്ക്ക് നമ്മൾ 720 രൂപ എന്നുള്ള റേറ്റാണ് കൊടുക്കുന്നത്. കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് കേട്ടോ ഈ പറയുന്നത്. അതുപോലെ തന്നെ 10 കളറിൻ്റെ കോംബോ 680 രൂപയ്ക്കും, 8 കളറിൻ്റെ കോംബോ 580 രൂപയ്ക്കും, അതുപോലെ തന്നെ 5 കളറിൻ്റെ കോംബോ 460 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനി അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇപ്പം 5 കളറിൻ്റെ കോംബോ ആണ് വേണ്ടെങ്കിൽ അതിലേതെങ്കിലും 5 പ്ലാന്റ്സ് അങ്ങനെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. അതുപോലെ വലിയ പ്ലാന്റ്സ് ആണ്. എല്ലാ പ്ലാന്റിലും തന്നെ ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്ന മിക്ക പ്ലാന്റുകളിലും പൂക്കൾ ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു സൈസുള്ള വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക. ചെറിയ പ്ലാന്റ്സ് അല്ല, ഇതെല്ലാം വളർന്ന് മെച്ചുവറായിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ഈ പ്ലാന്റ്സൊക്കെ നിങ്ങളുടെ കയ്യിലെത്തും. നമ്മൾ DTDC കൊറിയർ വഴിയാണ് കേട്ടോ ചെടികൾ അയക്കുന്നത്. അതിൻ്റെ ചാർജാണ് ഈ ഒരു കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക. ആഫ്രിക്കൻ വയലറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഈസിയാണ്. ഇതിൻ്റെ ഇലകൾ എടുത്തിട്ടാണ് നമ്മളിത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇത് നടുന്ന സമയത്ത് നിങ്ങൾ കെയർ ചെയ്യുന്ന ടൈമിലും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.